ഞങ്ങളുടെ പാട്ടിലില്ലാത്ത, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാട്ടിൽ ഇമ്രാൻഖാന്റെ ഫോട്ടോ വെച്ച് കരുതിക്കൂട്ടി ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആക്രമിക്കാൻ നടക്കുന്നത് ഏതോ മതയാനയുടെ പിറകിൽ ചില താല്പര്യങ്ങൾ, വർഗീയ താല്പര്യങ്ങളോട് വിശ്വസിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി പോസ്റ്റിൽ വന്നത് ഇസ്ലാമോഫോബിക്കായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം ബന്ധപ്പെട്ട് ലെഗസി എന്നൊരു തീം സോങ് ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് MK മുനീർ സാഹിബാണ് ഇത് തീം സോങ് റിലീസ് ചെയ്തത്. യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ഇന്ത്യ അടക്കം കേൾക്കുകയും ചെയ്യേണ്ട ഒരു പാട്ടാണ്. അതിലെ വരികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നിച്ചൊരുമിച്ചൊരു ചങ്ങല തീർത്തതിൽ ഒത്തിരി സാന്ത്വനമേകി, ജനഗണമനയുടെ സ്വരഗതി കേട്ടതിൽ ഒരുമയിൽ അങ്ങനെ മൂളി, കൂടാതെ ഇമ്പമേറെ ഇതിഹാസങ്ങൾ ഇന്ത്യക്കനവധിയേകി. ഞാൻ പറയുന്നത് ഈ പാട്ട് സമൂഹം കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും. ഇതിൽ ഇപ്പോൾ SFI ആരോപിക്കുന്ന ആരോപണം ഇമ്രാൻഖാനെ കണ്ടു എന്നാണ്. ഞങ്ങൾക്ക് ഇമ്രാൻഖാനെ കണ്ടത് കളിക്കളത്തിലെ ബോളടിക്കുന്ന ഇമ്രാൻഖാനെയാണ്, കൂടാതെ രാഷ്ട്രീയത്തിലൊക്കെ ഇപ്പോൾ കണ്ടു കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇമ്രാൻഖാൻ എന്ത് ബന്ധം? ഞങ്ങളുടെ കൃത്യമായി ഈ തീം സോങ്ങിൽ, ലെഗസി എന്ന തീം സോങ്ങിൽ ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രീയമാണ്, ഈ ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ്, അവരുടെ പ്രശ്നങ്ങളാണ്. അതിനനുസരിച്ച് പാട്ട് വരികൾ ചേർത്ത് വെച്ച്, അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ എങ്ങനെ പാട്ടിനെ വിലയിരുത്തുക? അതിൽ ചേർത്ത് വെച്ച അക്ഷരങ്ങളും വരികളും ചേർത്ത് വെച്ച് പാട്ടിനെ വിലയിരുത്തും. അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കാറുള്ളത്. ആ അർത്ഥത്തിൽ ഞങ്ങളുടെ സാമൂഹിക അന്തരീക്ഷത്തെ ചേർത്ത് വെച്ച ഒരു പാട്ടിനെ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പിക്ചർ കാണുന്നത് ഇമ്രാൻഖാന്റെ ഫോട്ടോ വെച്ച് ഞങ്ങൾ ഔദ്യോഗികമായി, ഇത് ഞാനാണ് ആദ്യമായി ഈ പാട്ട് സമൂഹത്തിന് മുമ്പിലേക്ക് പങ്കുവച്ചത്. 13 മണിക്കൂർ മുമ്പാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ചെയ്യുന്നത്. അത് തൊട്ട് ഈ സമയം വരെ അതേ പോസ്റ്റർ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഔട്ട് ചെയ്ത, ഔദ്യോഗികമായി ഞങ്ങളുടെ പേജുകൾ ഔട്ട് ചെയ്ത പാട്ട് അതുപോലെ നിൽക്കുന്നു. ഞങ്ങളുടെ പാട്ടിലില്ലാത്തൊരു ഇമ്രാൻഖാൻ എങ്ങനെ വന്നു? അതാണ് ചോദ്യം. ഞങ്ങളുടെ പാട്ടിലില്ലാത്ത, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പാട്ടിൽ ഇമ്രാൻഖാന്റെ ഫോട്ടോ വെച്ച് കരുതിക്കൂട്ടി ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആക്രമിക്കാൻ നടക്കുന്നത് ഏതോ മതയാനയുടെ പിറകിൽ ചില താല്പര്യങ്ങൾ, വർഗീയ താല്പര്യങ്ങളോട് വിശ്വസിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി പോസ്റ്റിൽ വന്നത് ഇസ്ലാമോഫോബിക്കായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്കാർ, ഞങ്ങളിവിടെ ജീവിച്ചവർ, ഇവിടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ എന്ന് വരികളിലൂടെ ഞങ്ങൾ എഴുതി വെക്കുകയാണ്. അതിന്റെ കൂടെ ഞങ്ങളെ സ്വാഗതം ചെയ്യേണ്ട ഈ ഇന്ത്യൻ ജനസമൂഹത്തിനിടയിൽ ഞങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ചാപ്പയടിച്ച് മാറ്റി നിർത്തുന്ന സമീപനം, അത് SFI പുതിയ കാലത്ത് വന്നിരിക്കുന്ന, SFIയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ആ മാറ്റത്തെ കൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഈ സമ്മേളനം ഉപയോഗിക്കുമെന്നത് മാത്രമാണ് ഞങ്ങൾ ആ കാര്യത്തിൽ